നിഷാദ് സർ വെരി റീസെൻ്റ്ലി മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് റിസീവ് ചെയ്തിരുന്നു. എന്തായിരുന്നു അത് ആൻഡ് വാട്ട് ഡിഡ് യു ഫീൽ അവാർഡ് കിട്ടിയപ്പോൾ? അതെ, വളരെ അഭിമാനം തോന്നിയിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു അത്. കാരണം ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് കേരളത്തിൽ തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോവുക, അത് വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ജോയ് ആലുക്കാസ് കഴിഞ്ഞ ദിവസം പറയുണ്ടായി, കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു വ്യവസായം തുടങ്ങി വിജയിപ്പിക്കുക എന്നുള്ളത് വലിയ ടഫുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 120ഓളം ജ്വല്ലറീസ് ഓൾറെഡി ജോയ് ആലുക്കാസിനുണ്ട്. പക്ഷേ 20 താഴെ മാത്രമേ കേരളത്തിലുള്ളൂ. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വ്യവസായങ്ങൾ എങ്ങനെ നിരുത്സാഹപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ആളുകളാണെന്ന് പറയണത്. എനിക്കറിയില്ല കേട്ടോ, പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ അത്ര എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഇൻഡസ്ട്രീസിലായിരുന്നായിരിക്കും ഒരു പക്ഷേ എനിക്കത് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങിയപ്പോഴാണ് ഒരുപാട് ആളുകൾ പഴയ എന്തോ ഒരു സ്കാം നടന്നിട്ടുണ്ട് അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും സധൈര്യം മുന്നോട്ട് പോയി. കാരണം ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, അതൊരുപാട് ജനങ്ങൾക്ക് ഗുണമുള്ളതാണ്. പക്ഷെ എനിക്കറിയാം ഇത്രയും നല്ലൊരു ഐഡിയ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം എടുക്കുമ്പോൾ ഒരു പക്ഷേ പലരും അതിനെ എതിർത്തേക്കാം. പക്ഷേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണ് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവാർഡ്. അപ്പോൾ അത് ഓൾറെഡി വലിയ രീതിയിൽ തന്നെ എൻ്റെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സന്തോഷമാണ്, അതോടൊപ്പം തന്നെ അഭിമാനപൂർവ്വ കാര്യം തന്നെയാണ്. സാർ ബേസിക്കലി ഒരു ബിസിനസ്മാൻ ആണ് ആൻഡ് യു ഡോണ്ട് പ്രിഫർ ടു ഹാവ് എ 9 to 5 ജോബ്. എന്തുകൊണ്ടാണ് ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നതിന് പകരം പണത്തെ ജോലി ചെയ്യിപ്പിച്ച് ജീവിക്കാനുള്ളൊരു ഡിസിഷൻ വന്നത്? അതായത് എൻ്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഫാദർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം കാര്യം നടക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ജോലിയും ബിസിനസ്സും രണ്ടാണ്. അപ്പോൾ ഈ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ എനർജിയും നമ്മുടെ സമയം കൊടുത്താൽ അതിന് തിരികെ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഇൻകം. ഒരു പൈസ കിട്ടുന്നു, വരുമാനം കിട്ടുന്നു, സാലറി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മൾ ഓണ്ടർപ്രണർ, അത് ബിസിനസ്സുകാരനായി കഴിഞ്ഞാൽ ആ ബിസിനസ്സുകാരന് കിട്ടുന്നത്, ആ ബിസിനസ്സുകാരന് കയ്യിൽ കുറച്ച് പൈസയും സ്കില്ലും ഉണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ സമയവും അവരുടെ എനർജിയും നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം. ഒരുപാട് പേര് ഇങ്ങനെ നമുക്ക് പൈസ കൊടുത്ത് അവരുടെ സമയവും എനർജിയും മേടിക്കാൻ സാധിച്ചാൽ നമ്മൾ കിട്ടുന്ന സാധനത്തിൻ്റെ പേര് ലിവറേജ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് റിസ്ക് എടുക്കേണ്ട, ഈ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുത്താൽ മതി മറ്റുള്ള ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഒരുപാട് പേരെ ജോലിക്ക് വെച്ചുകൊണ്ട് അവർക്കൊരു ഇൻകം കൊടുത്തുകൊണ്ട് എനിക്ക് എങ്ങനെ സമ്പന്നനാകാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ജോലി ചെയ്യുന്നവരൊന്നും സമ്പന്നന്മാരാവില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ലുലു, റിലയൻസ്, ഇങ്ങനെ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഇവിടെ എൻ്റെ അറിവിൽ ലുലുവിൽ 57,000 സ്റ്റാഫുണ്ട്. 57,000 എനിക്ക് കറക്റ്റ് അറിയില്ല, എന്തൊരു ഏകദേശ കണക്കാണ്. ഈ 57,000 സ്റ്റാഫുകൾ ഈ പറഞ്ഞ ജോബ് ചെയ്യുന്നവരാണ്. അവരൊന്നും ലൈഫിൽ സക്സസ് ആകുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ സക്സസ് ആകുക ആരാ? യൂസഫ് അലിക്കാണ്. കാരണം അദ്ദേഹത്തിന് ലിവറേജാണ്, ഇത്രയും പേരുടെ ടൈമും അവരുടെ എനർജിയും അദ്ദേഹം ഉപയോഗിക്കണം. അപ്പം ഞാനും ചിന്തിച്ചു, വൈ നോട്ട്, എന്തുകൊണ്ട് അദ്ദേഹത്തെ പോലെ ചിന്തിച്ചുകൂടാ? ആ ചിന്തയാണ് ഇവിടെ എത്തിച്ചത്. മാത്രമല്ല കേട്ടോ, ഞങ്ങൾ പറഞ്ഞു, ആദ്യം ഞങ്ങൾക്ക് റെസ്റ്റോറൻ്റ് ആയിരുന്നു ഫാദറിന്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ ഞാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഫാദറിൻ്റെ റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് ഒരു എംപ്ലോയി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന് ഒറ്റയടിക്കൊരു ഓണ്ടർപ്രണർ ആകാൻ പറ്റില്ല. ഏത് മേഖലയാണോ നമ്മളതിനെക്കുറിച്ച് നല്ലോണം പഠിക്കണം, അറ്റ്ലീസ്റ്റ് 2 to 3 years. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഫാദർ ഒരുപാട് വർഷമായിട്ട് റൺ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫാദറിൻ്റെ റെസ്റ്റോറൻറ്റ് പഠിക്കുമ്പോൾ തന്നെ ഒരു വെയിറ്ററായിട്ട് നിൽക്കണം. അപ്പോൾ എൻ്റെ ഉദ്ദേശം വെയിറ്ററായിട്ട് നിന്നുകൊണ്ട് ഇത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം അറിയാം, കിച്ചണിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അതായത് ടീ മേക്കർ, ബിരിയാണി മേക്കർ, ചൈനീസ്, അതേപോലെ പൊറോട്ട, അങ്ങനെ പല ഇതുണ്ട്. ഒരു ദിവസം ടീ ഉണ്ടാക്കുന്ന ആൾ വന്നില്ല. അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ കയറാണ്. അന്ന് ഫാദർ എന്നെ വിളിച്ച് ജസ്റ്റ് ചെവിയെ പിടിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, മേലിൽ നീ ചെയ്യരുത്, നീ ഒരിക്കലും ഒരു റെസ്റ്റോറൻറ്റ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനല്ല. ഒരു റെസ്റ്റോറൻറ്റ് നിന്നെക്കൊണ്ട് റൺ ചെയ്യിക്കാൻ നീ ഓക്കെ, കുഴപ്പമില്ല. ഇതേപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റ് റൺ ചെയ്യണമെങ്കിൽ നീ ഇത് പഠിക്കരുത്. നീ എന്ത് ചെയ്യണം, ഇതേപോലെ ടീ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുടെ കോണ്ടാക്റ്റ് നിൻ്റെ കയ്യിൽ വേണ്ട, ലിവറേജ്. അപ്പോൾ അന്നെടുത്തൊരു തീരുമാനമാണ്. എനിക്ക് അതെൻ്റെ 19ാമത്തെ വയസ്സിലാണെന്നുണ്ട്. അപ്പോൾ അന്ന് ഫാദർ പറഞ്ഞു, ഒരു കാരണവശാലും ജോലിയെക്കുറിച്ച് ചിന്തിക്കരുത്, ഓൺലി തിങ്ക് ബിസിനസ്.
അതുകൊണ്ടാണ് ഇന്ന് 14 റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അത് ഇപ്പോൾ ഇന്ന് ഒരു നല്ലൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കാറ്ററിംഗ് കമ്പനിയായിട്ട് മുന്നോട്ട് പോകുന്നു. അത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇന്ന് ഏകദേശം 5 കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ കൂടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് മോട്ടിവേഷൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതും ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? കാരണം ഇപ്പൊ പല പേരൻസും എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടി നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ഇൻകം കൊണ്ട് രക്ഷപ്പെടാനെന്ന് വിചാരിക്കുന്ന സമയത്ത് ബാക്ക് ദെൻ 19-ാം വയസ്സിൽ ആ ഒരു മോട്ടിവേഷൻ കിട്ടി. അത് കറക്റ്റ് സമയത്താണ് ബ്രെയിനിൽ കിട്ടിയത്. അങ്ങനെ 20-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ സാധിച്ചു. ഞാൻ 17-ാമത്തെ വയസ്സിലാണ് വെയിറ്ററായിട്ട് കയറുന്നത്. അപ്പോൾ 20-ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് അങ്ങോട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ്. അങ്ങനെ കണ്ണൂരിൽ നിന്നാണ് തുടങ്ങി വരുന്നത്. പിന്നെ അത് ഓൾറെഡി പല ജില്ലകളിലേക്കും എറണാകുളം വരെ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഓൾറെഡി അടുത്ത എക്സ്പാൻഷനിലേക്ക് മാറണം. അപ്പോൾ ഞാൻ ചിന്തിച്ചത് റെസ്റ്റോറൻറ്റ് നടത്തി കഴിഞ്ഞാലും അവിടെ എംപ്ലോയീസ് സൃഷ്ടിക്കാനേ പറ്റുള്ളൂ. അവിടെയും എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാൻ കൊണ്ട് പറ്റുന്നുള്ളൂ. എനിക്കും ഓണറാവാം. അങ്ങനെ ആ ചിന്തയാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഈ ഒരു അവാർഡ് വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഇവിടെ 28,000 കോടീശ്വരന്മാരെ എങ്ങനെ സൃഷ്ടിക്കാം, ഈ ഒരു ചിന്ത. ഇതിലൂടെ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു 25,000 എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 25,000 കോടീശ്വരന്മാരും 25,000 എംപ്ലോയീസും അതോടൊപ്പം തന്നെ എൻ്റെ ഫാമിലിയോട് പ്രവർത്തിച്ചുകൊണ്ട് ഒരു ഏകദേശം ഒരു 20,000 മേലെയുള്ള ഓൺട്രപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗത്ത് ഇൻവെസ്റ്റേഴ്സ്, ഒരു ഭാഗത്ത് ഓൺട്രപ്രണേഴ്സ്, ഒരു ഭാഗത്ത് എംപ്ലോയീസ്. ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്തേക്കണം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം എല്ലാവരും കൊണ്ടും പറ്റില്ല. പക്ഷേ അതിൽ കഴിവുള്ളവർ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സാറ് ആക്ച്വലി PhD എടുത്തതാണ്. യു ഹാഡ് എ ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്തോരം ഈ ഒരു സ്കില്ല് ഏൺ ചെയ്യുന്നതിൽ എഡ്യൂക്കേഷൻ എന്തോരം വാല്യൂ ഉണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ കൂടെ നമുക്ക് പലതരത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ പോയിരുന്നു. അപ്പോൾ ഡൽഹിയിൽ പോയിട്ട് അവിടെ MSME ഓഫീസിലായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അവിടെ പക്ക ഇംഗ്ലീഷ് ഹിന്ദി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് ഹിന്ദി ടഫ് സബ്ജക്റ്റാണ്. ഹിന്ദി ടീച്ചറെ കാണുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ഒരു അരീഷ്ടം കുടിച്ച പോലെ. പക്ഷേ അവിടെ ചെന്നിരുന്നപ്പോഴാണ് മനസ്സിലായത് ഈ ടീച്ചറെ വില എന്താണെന്നുള്ളത്. അന്നത് പഠിക്കാൻ വേണ്ടി കൂട്ടാക്കിയില്ല. ബീഹാറിൽ നിന്നുള്ള കുറച്ച് പേരുണ്ടായിരുന്നു, അവർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം എങ്ങനെ ഹിന്ദി പഠിച്ചെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കാത്തവരോട് പറയാനുള്ളത്, എല്ലാം നമ്മൾ എന്തൊക്കെ പഠിക്കാം സ്കൂളിൽ നിന്ന് പറ്റുമോ അതെല്ലാം പഠിക്കാം. പക്ഷേ ആ പഠിച്ചതിൽ ഇപ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ചാൽ എല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ നിന്നൊരു 20% ആവശ്യമുള്ളത്, 80% വേണ്ടാത്ത വേണ്ട. അതെ, ഓക്കെ. നമുക്ക് സൈൻ തീറ്റയും കോസ് തീറ്റയും നമ്മൾ പലരും ഉപയോഗിക്കാറില്ല. ഞാൻ പറയാറുണ്ട്, ഈ സൈൻ തീറ്റ പഠിച്ചിട്ട് എന്താ കിട്ടിയത്? ഓക്കെ, പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് ഏതാ നല്ലത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാം പഠിച്ച് അങ്ങോട്ട് പോയി ആ കരിക്കുലത്തിൽ പറയുന്ന കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയി എന്നർത്ഥം. ഓക്കെ, ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഹൗ മച്ച് ഫോക്കസ്ഡ് ആർ യു ഇൻ ഫാമിലി? കാരണം നമ്മൾ ഒത്തിരി നമ്മൾ പറയുമല്ലോ 9 to 5 ജോബ് സ്ട്രെസ്ഫുൾ ആണെന്ന് പറഞ്ഞ് നമ്മൾ ബിസിനസ്സിലേക്ക് കടന്നു. നൗ ഐ വർക്ക് 24/7 എന്ന് പറയുന്നവരുണ്ട്. സാർ എന്തോരം ഫാമിലിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്? അതായത് ബിസിനസ്സിന് ചുറ്റും ജീവിതത്തെ കൊണ്ടുപോകാം, ജീവിതത്തിന് ചുറ്റും ബിസിനസ്സിന് കൊണ്ടുപോകാം. ഇതും ബിസിനസ്സിൽ പഠിച്ചൊരു പാഠമുണ്ടോ? ഇപ്പം ഞാൻ ചെയ്യണത് എൻ്റെ ലൈഫിന് ചുറ്റും ബിസിനസ്, അല്ലാണ്ട് ബിസിനസ് ചുറ്റുമല്ല ജീവിതം. ഒരുപാട് ആളുകൾ പറഞ്ഞേക്കാം സമയമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. കാരണം എനിക്ക് ഒരുപാട് സമയമുണ്ട്. 5 കമ്പനി നടത്തുന്നുണ്ട്, അതോടൊപ്പം ഒരുപാട് സ്റ്റാഫുണ്ട്. പക്ഷേ ഇനഫ് ടൈമാണ് എൻ്റെ ഫാമിലിയെ നോക്കാനും എല്ലാത്തിനും സമയമുണ്ട്. പിന്നെ ചില മൈനർ തിങ്സ് ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കണം, അതെൻ്റെ ജോലിയല്ല, അത് മൈനർ തിങ്സാണ്. പിന്നെ കുട്ടികളെ എന്തെങ്കിലും വന്ന വൈഫിനോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, അതൊക്കെ ഓൾറെഡി ഞാൻ ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യണത്. കാരണം ഇവിടെ വാഹനം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഞാൻ അതിൻ്റെ കൂടെ പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ വേണ്ട സ്ഥലത്ത് ഞാൻ പോകാൻ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കൂടുതൽ ഡെഡിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ബിസിനസ്സിലേക്കാണെങ്കിൽ കൂടെ ഞാൻ എൻ്റെ ലൈഫിന് ചുറ്റുമുള്ള ബിസിനസ് കൊണ്ടുപോകും. പറയുകയാണെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യാൻ വേണ്ടി അല്ല ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു പറയുന്ന പോലെ സാർ എൻ്റെ ബിസിനസ് ടേംസ് യു റൺ ബിസിനസ് അറൗണ്ട് യുവർ ലൈഫ്. ഐ തിങ്ക് ദാറ്റ്സ് വെരി ഹെൽത്തി. യെസ്, തീർച്ചയായിട്ടും. ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ബിസിനസ്സുകാരൻ്റെ വിജയം എന്ന് പറഞ്ഞത് അവൻ്റെ പാർട്ട്ണറാണ്. അപ്പോൾ എപ്പോഴും പ്രയോറിറ്റി ബിസിനസ്സിന് 1ാം സ്ഥാനം കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ പാർട്ട്ണർ ഉണ്ടായിരിക്കണം. പാർട്ട്ണറെ തൃപ്തിപ്പെടുത്താതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകൽ ഹെവി റിസ്ക് ആണെന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ സ്ഥാനം തന്നെ എൻ്റെ വൈഫിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ബിസിനസ്മാൻ ആയിരിക്കുക എന്ന് പറയുമ്പോൾ വി ഹാവ് ഗ്രോത്ത് ആൻഡ് ഫെയിലിയർ. നമ്മളിങ്ങനെ ഗ്രേഡ് മേളിൽ താഴെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും. സാറിനെ സംബന്ധിച്ച് ഏറ്റവും ഡൗൺ പോയിന്റ് എത്തിയ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു? ആൻഡ് വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ഇറ്റ്? യെസ്, ഞാൻ 99 ബിസിനസ് തുടങ്ങുന്നത്. 2010 അവസാനത്തിലാണ്. ശരിക്കും അന്ന് 14 റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു നേരെ താഴേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബിസിനസ് അങ്ങനെയാണ് കേട്ടോ. ഗ്രാഫ് നേരെ മുകളിലേക്ക് പോയിട്ടൊരു ഇരുത്തമുണ്ട്.
ആ ഇരുത്തത്തിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ബിസിനസ്മാൻ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ വീഴുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടെ വീഴണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇതിൽ ഞാൻ പഠിച്ചൊരു പാഠം നെഗറ്റീവ് പ്രിപ്പറേഷൻ എന്ന് പറയും. അതായത് നമ്മൾ വീണുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എവിടെ വീഴണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അവിടെ നിന്ന് വീണ്ടും പൊന്താം. പക്ഷേ അതേസമയം നമ്മൾ നേരെ ഡൗൺ ടു താഴേക്ക് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് 2010-11 ഒന്ന് വീണു. പക്ഷെ അന്ന് വീണപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ എന്നെ മുകളിലേക്ക് പിടിച്ചു കൊടുത്തിയത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ എംപ്ലോയീസാണ്. അപ്പോൾ അതേ ഞാൻ പറഞ്ഞത്, നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ടെങ്കിൽ, അതേസമയം ഞാൻ എംപ്ലോയി ആയിരുന്നെങ്കിലോ, ഞാനൊരു എംപ്ലോയി ആയിരുന്നെങ്കിൽ ആ വീഴ്ച നേരെ താഴത്തേക്ക് പോയി ഞാൻ ഒന്നുമല്ലാതായി തീർന്നേക്കാം. പക്ഷെ എൻ്റെ കൂടെ ഒരു കൂട്ടം ആളുകളുണ്ട്. ഇങ്ങനെ പണ്ടൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സ്വത്ത് ഉണ്ടായേക്കാം, ഓക്കെ, കോടിക്കണക്കിന് രൂപ. ഇതെല്ലാം നഷ്ടപ്പെടാനായിട്ട് ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടും. പക്ഷേ നമ്മുടെ കൂടെ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ ഇവരെ വെച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകാം. ഇതെൻ്റെ ലൈഫിൽ ശരിക്കും അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ.